ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ണാടിയിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൊച്ചി വ്ലോഗ് പാർട്ട് 2 ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഇപ്പം മണി എത്രയായി? ഞാൻ എൻ്റെ വ്ലോഗിലെല്ലാം അനാവശ്യമായിട്ട് സമയം പറയും കേട്ടോ. ഇപ്പം മണി 10:30 10 അല്ലേ, 11 മണിയാവാൻ പോകുന്നു. അപ്പോൾ രാവിലെ ഒരു 7:30 നമ്മൾ എണീറ്റ് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച്. കൊച്ചി എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹാർട്ടിലൊരു സ്പെഷ്യൽ പ്ലേസ് കാണും കൊച്ചിക്ക്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. അതും കുറേ എന്തോ പ്രത്യേകതയുണ്ട് ഇവിടുത്തെ വീടിനും കഫേക്കും എല്ലാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നടന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്ത നമ്മൾ ഭയങ്കര ഹോംലെസ് ആയിട്ടാണ് പോയി ചായയൊക്കെ കുടിച്ചത്. ഭയങ്കര കോലത്തിലാണ് കുറേ നടന്ന് ചായ കുടിച്ചിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് എടുക്കാത്തത് ഗൈസ്. പക്ഷേ ഞാൻ എൻ്റെ ഗ്ലിംസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗി. അപ്പോൾ ഇനി നമ്മൾ ബ്രഞ്ച് കഴിക്കാനാണ് പോകുന്നത്. നേരത്തെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇറങ്ങിയൊക്കെ വന്നപ്പോൾ വിചാരിച്ചു പിന്നെ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ പോയി ബ്രഞ്ച് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ റെഡിയായി. മുടി ഞാൻ കെട്ടി വയ്ക്കും, കാരണം നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടോ ഞാൻ വേർത്തങ്ങ് പണ്ടാരടങ്ങും. പിന്നെ ഫെബിനയും റെഡിയായി. നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ കളറാണ്, മാച്ചാണ് ഗൈസ്. പിന്നെ ഈ വ്ളോഗിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സോളോ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അതായത് ബാക്ക് ഹോം. കാരണം ഫെബിനെ ഇവിടുന്ന് കോഴിക്കോട് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറി പോകുന്നു ഗൈസ്. എനിക്ക് 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 ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ട്രെയിനിൽ ഇവളെന്നെ സീറ്റിൽ ഇരുത്തിയിട്ടായിരിക്കും പോകുന്നത്. ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കര എന്താ പറയാനായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഇന്ന് നടക്കും. ഇനി എനിക്കുള്ളത് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക. അതിന് എന്ന് നടക്കുമെന്ന് അറിയില്ല. ബട്ട് എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഞാൻ ഒരു 100 ക്വസ്റ്റ്യൻ ആണ് എൻ്റെ മനസ്സിൽ. ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും ഇങ്ങനെയൊക്കെ. ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇനി ബ്രഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് നല്ല വെയിലാവാതിരുന്നാൽ മതിയായിരുന്നു സത്യം പറഞ്ഞ. Okay guys, bye. We are leaving. Going to be broke. കൈൻ്റെ എനിക്ക് അവിടെ പോകണം. ഞാൻ വേർത്ത് തുടങ്ങിയില്ല, കുറെ നേരമായി. I hate this. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിലെത്തി. ആൻഡ് ഇറ്റ്സ് എ വെരി 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 നൈസ് പ്ലേസ്. ലൈക്ക് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മൂവീസിലേ കണ്ടിട്ടുള്ളൂ. ഇത് ഞാൻ വർക്കുന്നില്ല, മൂവീസിലേ കണ്ടിട്ടുള്ളൂ. വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗി. Two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. കഴിക്കാനല്ലേ? വോയിസ് ഓവർ ചെയ്യണം. സാലഡ് ട്രൈ ചെയ്ത് ഇത് മധുരമാണോ? ഓ, രുചിയല്ലേ ഗൈസ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഓട്ടോ മെട്രോയിൽ കയറി. ആ സത്യം പറഞ്ഞാൽ പറ്റുമെന്ന് വിചാരിച്ചില്ല, കാരണം എനിക്ക് ട്രെയിൻ വന്നിട്ട് 11:20 അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന്
ഈ സമയത്ത് മെട്രോ ഉണ്ട്. ഞാൻ എങ്ങനെ കയറി, നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആണ്, കാരണം 1:20 എനിക്ക് ട്രെയിൻ ഉണ്ട്. പക്ഷേ ഇപ്പൊ 12:30 പിന്നെ എനിക്ക് അവിടുന്ന് ഒരു 10 മിനിറ്റ് പോകണം. അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഹായ് ഗായ്സ്, മെട്രോയിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിനിൽ കയറി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. എൻ്റെ ഫസ്റ്റ് സോളോ ട്രാവലിംഗ് തന്നെ എനിക്ക് ഇത്രയും പണി കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും കേട്ടോ ഇതെന്തായാലും. ഇത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിരിക്കുന്നതും കുറച്ച് ഗ്ലിംസസും എനിക്കും കൂടെ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ നമുക്കൊരു വലിയൊരു പണി കിട്ടി. വലിയ പണി കിട്ടിയെന്ന് പറഞ്ഞാല് എന്റെ ട്രെയിന് 1 മണിക്കായിരുന്നു. 1:20 അപ്പൊ സംഭവം നമ്മൾ ബുക്ക് ചെയ്തത് എത്ര മണിക്ക്? രാത്രി 1 മണിക്കുള്ള ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. AM PM ശ്രദ്ധിച്ചില്ല. മറ്റേത് 13 വരേണ്ടത്. ഇത് 1 എന്നാണ്. ഞാനും ശ്രദ്ധിച്ചില്ല, ഫെബിനെയും ശ്രദ്ധിച്ചില്ല. അങ്ങനെ സ്റ്റേഷനിലെത്തി. നമ്മൾ മറ്റേ റെയിൽ ഏതോ നമ്മുടെ സാധനത്തിൽ നോക്കിയപ്പോ ട്രെയിൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞേ. അതെന്താ അങ്ങനെ കാണിക്കുന്നത്? എന്നിട്ട് അവിടെ നമ്മള് ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞുതരാനൊക്കെ ആളുകളിരിക്കുന്നത്, അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രാത്രിയുള്ള ട്രെയിൻ എങ്ങനെ. ദൈവമേ, ഒന്നാമത് എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ എന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇതുകൂടെ ആയപ്പോ സീനായി. പിന്നെ എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ കൊല്ലത്തോട്ട് വന്നോണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അതില് ഞാൻ ചാടി കയറി. അതിൽ കയറി എന്തായി, അതിൽ കയറി. ഞാൻ കയറി. നല്ല തിരക്കായിരുന്നു. എനിക്കാണെങ്കിൽ സീറ്റ് കിട്ടിയില്ല. ഇവിടെ എത്താറായപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് എടുക്കണം എന്നാണ്, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. ഞാൻ ഒന്നും എടുത്തില്ല. എത്താറായപ്പോ എനിക്ക് സീറ്റ്. ഞാൻ ബാക്കിലാണ് നിന്നത്, അതായത് ഏറ്റവും ബാക്കിൽ സീറ്റിന്റെ അത് മറ്ററിയായിരുന്നു, സ്ലീപ്പർ ഒന്നും ഇല്ല. അതിന്റെ പേര് പറയുമല്ലോ, അതിലാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ കൊല്ലത്തിറങ്ങി. കൊല്ലത്ത് ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ ട്രെയിനിൽ കയറി ഞാൻ നമ്മുടെ കമ്പാനൂര് ഇറങ്ങി. ഒറ്റയ്ക്ക് 2 ട്രെയിൻ കയറി ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സംഭവം കൊല്ലത്തിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കുന്ന കാരണം ടിക്കറ്റ് കൗണ്ടറൊക്കെ പുറത്താണ്. അങ്ങനെ ഞാൻ നടന്ന് പുറത്ത് പോയി. എന്നിട്ട് അകത്ത് വന്നിട്ട് കുറെ ചോദിച്ചു, ഇതാണോ പ്ലാറ്റ്ഫോം, ഇതാണോ സ്റ്റേഷൻ. ഇപ്പൊ പ്ലാറ്റ്ഫോം കാണിച്ചാലും എനിക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ ട്രെയിനാണോ, എവിടെയാണ് നിൽക്കാന്നുള്ളത്. ബാക്കി നാക്കല്ലേ കിടക്കുന്നത്. ഇപ്പൊ ചോദിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ കൊല്ലത്തു നിന്നുള്ള ട്രിവാൻഡ്രത്തോട്ടുള്ള ട്രെയിനിൽ എനിക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. അത് ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ ഡിലേ ഇല്ലായിരുന്നു, 2 ട്രെയിനിലും ഡിലേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം. എന്നിട്ട് ഞാൻ കറക്റ്റ് ട്രെയിനിൽ കയറാറായി. നമ്മുടെ സ്റ്റേഷനിൽ എത്തിയത് മഴ കൊച്ചിയിൽ. എറണാകുളത്ത് ഭയങ്കര മഴ. ആ ഒരു എനിക്ക് ഒരു സമാധാനമുണ്ട്. നമ്മൾ അവിടെ നിൽക്കാൻ നേരം ഒടുക്കത്തെ ചൂടായിരുന്നാലും മഴ വരുമ്പോൾ നമ്മൾ പെട്ടുപോയില്ല. തിരിച്ച് ട്രെയിൻ കയറിയപ്പോഴായിരുന്നു മഴ. എന്തായാലും കൊള്ളാൻ കഴിയും. എന്റെ ഫസ്റ്റ് സോളോ ട്രാവലിംഗ്. ഓടിയാണ് ഞാൻ, നല്ല ടൈമാണ് ഞാൻ. എനിക്കിത് പറയാനുള്ള, എനിക്കെന്തോ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര എനർജി കിട്ടി. അതാണ് സംഭവിച്ചത് ഗൈസ്. എന്തായാലും കൊള്ളാം. ഐ നെവർ ഫോർഗെറ്റ് ദിസ്. അപ്പോ അത്രേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്, നല്ലതായിട്ട് ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.